നമസ്കാരം. ചെങ്കടലിൽ രക്തക്കറ തീർത്ത് ഇറാൻ്റെ മിസൈലുകൾ. അമേരിക്കയുടെ സൂപ്പർ പ്രതിരോധം ഇറാൻ തകർത്തെറിഞ്ഞു. ഇറാൻ്റെ ഓപ്പറേഷൻ ലൈറ്റ്നിങ് അമേരിക്കയുടെ സൂപ്പർ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമാക്കി എന്നതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ എന്ന് പറയപ്പെടുന്ന പശ്ചിമേഷ്യയെ വീണ്ടും അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പരസ്പരം നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും തിരിച്ചടികളും മേഖലയിൽ സമഗ്ര യുദ്ധത്തിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോഴിതാ കുവൈറ്റിലെയും ജോർദാനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വലിയ പ്രതികാര ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC തന്നെ പറഞ്ഞിരിക്കുന്നു. അതായത് ഇറാനിയൻ സൈന്യവും അവകാശപ്പെടുകയാണ് അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പായിട്ടാണ് ഈ അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ആയിട്ടുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് അവർ പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഈ ആക്രമണ പരമ്പരകളുടെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അമേരിക്ക തുടർച്ചയായിട്ട് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ ആക്രമണം നടത്തിയതിൻ്റെ പ്രതികാരമായിട്ടാണ് ജോർദാനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് IRGC വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാൻ്റെ പരമാധികാരത്തിനെതിരായിട്ടുള്ള ഓരോ ആക്രമണത്തിനും തക്ക മറുപടി നൽകുമെന്ന് അമേരിക്കയും ഒപ്പം തന്നെ മുന്നറിയിപ്പും പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ റഡാർ തകർത്തതായിട്ട് IRGC അവകാശപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം ഒരു പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം കൂടാതെ സീറാം റഡാറും നശിപ്പിച്ചുവെന്ന് അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇന്ധന സംഭരണ ടാങ്കുകൾക്ക് തീപിടിപ്പിച്ചു എന്നുള്ള വാർത്തകളടക്കം അവർ അറിയിക്കുന്നുണ്ട്. ആക്രമണത്തിൽ ഹെലികോപ്റ്റർ അറ്റകുറ്റപ്പണി കേന്ദ്രവും വൻതോതിലുള്ള സൈനിക ഉപകരണ സംഭരണശാലയുമൊക്കെ തകർന്നുവെന്നാണ് ഇറാൻ്റെ അവകാശവാദം. ജോർദാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് IRGC മറ്റൊരു നിർണായക സന്ദേശം കൂടി നൽകിയിരിക്കുന്നത്. ജോർദാൻ്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ഇറാൻ പൂർണ്ണമായിട്ടും ബഹുമാനിക്കുന്നു എന്ന് വ്യക്തമാക്കിയ അവർ രാജ്യത്തിനകത്ത് അമേരിക്കൻ സൈനിക താവളങ്ങൾ നിലനിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദേശീയ പരമാധികാരത്തിൻ്റെ ലംഘനമെന്ന് ആരോപിക്കുന്നു. ഇറാനെ ആക്രമിക്കുന്നവരെയും ഇറാനിയൻ ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്നവരെയും അവർ എവിടെയുണ്ടായാലും ലക്ഷ്യമിടുന്നത് തങ്ങളുടെ നിയമപരവും ന്യായവുമായിട്ടുള്ള അവകാശമാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഇതിനിടെ ഇറാനിയൻ സൈന്യവും മറ്റൊരു പ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ ലൈറ്റ്നിങ് എന്ന പേരിൽ തുടരുന്ന സൈനിക ദൗത്യത്തിൻ്റെ 23ാം ഘട്ടം പൂർത്തിയാക്കിയതായിട്ട് സൈന്യം അറിയിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ കുവൈറ്റിലെ 3 പ്രധാന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ള അവകാശവാദം കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാനിയൻ സൈന്യത്തിൻ്റെ പ്രസ്താവന പ്രകാരം ദോഹ ബേസിലെ വെടിക്കോപ്പ് സംഭരണശാലകളും ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും അലിയൽ സലേം വ്യോമതാവളത്തിലെ ഇന്ധന ടാങ്കുകളും അരിഫ് ജാൻ ക്യാമ്പിലെ വെടിക്കോപ്പ് ഡിപ്പോകളുമാണ് പ്രധാന ലക്ഷ്യങ്ങളായിരിക്കുന്നത്. ഉയർന്ന കൃത്യതയുള്ള ആക്രമണ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ദൗത്യം പൂർത്തിയാക്കുക എന്നും അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് നിർണായകമായിട്ടുള്ള നിരവധി അടിസ്ഥാന സൗകര്യ പ്രവർത്തനരഹിതമാക്കിയതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ IRGC പുറത്തിറക്കിയ മറ്റൊരു പ്രസ്താവനയിൽ അലി അൽ സലോം വ്യോമതാവളത്തിലെ ഒരു സൈനിക ഉപകരണ സംഭരണശാല, പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം, MQ-9 റീപ്പർ ഡ്രോണുകൾ സൂക്ഷിച്ചിരുന്ന ഹാങ്കർ എന്നിവയും ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു. അമേരിക്കയുടെ സൈനികരുടെ താമസ കേന്ദ്രങ്ങൾ ഒപ്പം തന്നെ ഹെലികോപ്റ്റർ ഹാങ്ങറുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയടക്കം ലക്ഷ്യമിട്ടായിരുന്നു അവർ ഈ സംവിധാനങ്ങൾ ചെയ്തത് എന്നുള്ള. അപ്പോൾ കുവൈറ്റിൻ്റെ പരമാധികാരം ലംഘിക്കുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്ന് IRGC പ്രത്യേകമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല ആക്രമണങ്ങൾ മുഴുവൻ അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങൾക്കെതിരെയാണെന്നും കുവൈറ്റിൻ്റെ ഭൂപ്രദേശത്തിനെതിരെ യാതൊരു വൈരാഗ്യവും ഇറാൻ ഇല്ലെന്നും അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുവൈറ്റിൻ്റെ പരമാധികാരം ലംഘിച്ചിരിക്കുന്നത് അമേരിക്കയാണ് എന്നും അമേരിക്ക അവകാശപ്പെടുത്തിയ സൈനിക കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ആക്രമിച്ചത് എന്നുകൂടി IRGC വാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവകാശവാദങ്ങൾക്ക് പിന്നാലെ അമേരിക്കയുടെ പ്രതികരണവും ശ്രദ്ധേയമാണ്. US സെൻട്രൽ കമാൻഡ് തുടർച്ചയായിട്ടുള്ള 12ാം രാത്രിയും ഈ പറയുന്ന ഇറാനെതിരെ ആക്രമണം നടത്തിയതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. സമുദ്ര സൈനിക ശേഷികൾ, മിസൈൽ സംഭരണ ശേഷികൾ, ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സൗകര്യങ്ങൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളായിരുന്നത് എന്നാണ് ഇപ്പോൾ സെൻട്രോം അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ വിശദീകരണം അനുസരിച്ചിട്ട് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്ന ഇറാൻ്റെ സമുദ്രാകർഷണ ശേഷി ദുർബലപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ വാണിജ്യ കപ്പലുകൾക്കും സിവിലിയൻ നാവികർക്കും എതിരായിട്ടുള്ള ആക്രമണശേഷി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സൈനിക നടപടികൾ സ്വീകരിച്ചതെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഇറാൻ്റെ ഡ്രോൺ മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയത് എന്നുകൂടി അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതേസമയം ഈ സമുദ്ര ഉപരോധ നടപടികളും അമേരിക്ക ശക്തമാക്കിയിരിക്കുകയാണ്.
കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചതായി പറയപ്പെടുന്ന 14 പോയിന്റ് ധാരണാപത്രം തകർന്നതിനെ തുടർന്നാണ് ഇറാനെതിരായിട്ടുള്ള നാവിക ഉപരോധം വീണ്ടും ശക്തപ്പെടുത്തിയത് എന്ന് സെൻട്രോം അറിയിക്കുകയാണ്. ഈ നടപടിയുടെ ഭാഗമായിട്ട് 9 വാണിജ്യ കപ്പലുകളിലെ യാത്ര വഴിതിരിച്ചു വിടുകയും ഒരു കപ്പലിനെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. മിഡിൽ ഈസ്റ്റിലുടനീളം 50,000-ത്തിലധികം അമേരിക്കൻ സൈനികർ വിന്യസിച്ചിട്ടുണ്ട് എന്നും അവർ ഏത് സാഹചര്യത്തിലും അത് നേരിടാൻ പൂർണ്ണ സജ്ജരാണ് എന്നും സെൻട്രോം വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ ആവശ്യമെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്ക പരോക്ഷമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മാസം നടന്ന നയതന്ത്ര ശ്രമങ്ങളുടെ പരാജയമാണ് പ്രധാന കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം ഇറാൻ്റെ ആണവ പദ്ധതി, അത് ഹോർമുസ് കടലിലെ സുരക്ഷ, സമുദ്ര ഗതാഗതം, സൈനിക നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ധാരണയെത്താൻ ശ്രമിച്ചിരുന്ന 14 പോയിൻ്റ് ധാരണാപത്രം തകർന്നതോടുകൂടിയാണ് സ്ഥിതിഗതികൾ അതിവേഗം വഷളായത്. അപ്പോൾ ആ ധാരണ തകർന്നതിന് പിന്നാലെ ഇപ്പോൾ അമേരിക്ക ഇറാനിലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ആക്രമണങ്ങൾ അതുകൂടിയുണ്ട്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നടപടികളെ പ്രതിരോധ നടപടികളായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിലും സംഘർഷം ഓരോ ദിവസവും പുതിയ തലത്തിലേക്ക് എത്തുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യമാണ്. കുവൈറ്റ്, ജോർദാൻ, ഖത്തർ, ബഹ്റൈൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അത് വളരെ ജാഗ്രതയിലാണ്. അതേസമയം അമേരിക്കയുടെ അടുത്ത നടപടികൾ എന്താകുമെന്ന ചോദ്യം ഉയരുകയാണ്. ഇറാൻ്റെ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും പരസ്പരം നടക്കുന്ന സൈനിക നീക്കങ്ങൾ മേഖലയിൽ വലിയ അസ്ഥിരത സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ആഗോള സമ്പദ് വ്യവസ്ഥയിലും പ്രത്യാഘാതങ്ങൾ പ്രകടമാകുവാനുള്ള സാധ്യത ശക്തമാണ്. ഹോർമുസ് കടലിലും ഗൾഫ് മേഖലയിലെ പ്രധാന കപ്പൽ പാതകളും വീണ്ടും യുദ്ധഭീഷണിയിലാകുകയാണെങ്കിൽ ലോകം എണ്ണ വിതരണം, വാണിജ്യ ഗതാഗതം, ഇൻഷുറൻസ് ചെലവുകൾ, മറ്റ് ചരക്ക് നിരക്കുകൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആഗോള ഊർജ്ജ വിപണിയെ ബാധിക്കുന്ന തരത്തിൽ എണ്ണവില ഉയരുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ പശ്ചിമേഷ്യ വീണ്ടും ഒരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ വ്യാപിക്കുമോ അല്ലെങ്കിൽ നയതന്ത്ര ഇടപെടലിലൂടെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാകുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇതുവരെ പരസ്പരം നടത്തിയ ആക്രമണങ്ങൾ വാക്കുകളിലെ മുന്നറിയിപ്പുകൾക്കും അപ്പുറം സൈനിക യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ തെറ്റായ നീക്കം പോലും പശ്ചിമേഷ്യ മാത്രമല്ല ആഗോള സുരക്ഷയെയും സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുന്ന വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക അത് അന്താരാഷ്ട്ര തലത്തിലിപ്പോൾ വളരെ ശക്തമായിട്ട് ഉയരുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സൂപ്പർ പവർ പ്രതിരോധങ്ങൾ അവർ അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിനെയൊക്കെ തകർക്കുവാനുള്ള ശേഷി ഇന്ന് ഇറാനുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ചെങ്കടലിൽ രക്തക്കറ തീർത്ത് ഇറാൻ്റെ മിസൈലുകൾ അങ്ങനെ പാറിപ്പറക്കുമ്പോൾ എന്തായാലും ഉടനൊന്നും അവിടെ ഒരു സമാധാനം ഉണ്ടാകാൻ കഴിയുമോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നുള്ളതാണ്.